ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുക്കുന്നതിനും അത് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ആണ്, തിരുവനന്തപുരത്ത് നിന്ന്. ആ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ സാന്നിധ്യം ദൈവമടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആയിരിക്കാൻ കർത്താവ് സഹായിക്കണേ. വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് ഈ ഒരു സാക്ഷ്യം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ ഇത് മുഖാന്തരമായി തീർന്നാട്ട് ഈ ഹല്ലേലൂയ നെറ്റ്വർക്കത്തെയും സിസ്റ്റത്തെയും എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഓക്കെ, ദേവദാസന് എൻ്റെ ചെറുതിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവദാസന് പറയാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ദേവദാസന് ടൈം വേർതിരിച്ച് തരികയാണ്. ഓക്കെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹമാകുന്ന നിമിഷത്തിന് സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറയുന്നു. എല്ലാ മഹത്വവും വലിയവനായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ ചാനലിലൂടെ അനുഭവം വെളിപ്പെടുത്തുവാനായിട്ടുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തന്ന ദൈവദാസിക്ക് നന്ദി പറയുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ സമയത്ത് എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും ഉന്മേഷവും പുതിയ ബലവും സർവശക്തനായ ദൈവം നൽകി നിങ്ങൾ സമാധാനത്തോടെ നടത്തുവാൻ ശക്തീകരിക്കാൻ വലിയവനായ ദൈവം കൃപ ചെയ്യട്ടെ. പരിശുദ്ധനായ ദൈവം നിങ്ങളെ എല്ലാ നിലകളിലും ആശീർവദിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസാണ്. ഞാൻ തിരുവനന്തപുരം മലമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. 2 പെൺമക്കള്. മൂത്തത് മോനാണ്. അവൻ കുടുംബമായി ഒരു കൊച്ചുണ്ട്. ബാക്കിയുള്ളവര് ജോലിക്ക് വേണ്ടി ശ്രമിച്ച ഒരു മോളുണ്ട്. മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ ഒരു നല്ല പ്രാർത്ഥനക്കാരി അമ്മയാണ്. അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തില് വലിയ വിജയവും വിടുതലും തരുവാനായിട്ടിടയായത്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 80ഓളം വയസ്സ് ഉണ്ട്. എങ്കിലും നല്ല വിളിക്കാനായിട്ട് രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനക്കാരി അമ്മയായിട്ട് ഞങ്ങൾക്കുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥന വലിയ വിജയവും അനുഗ്രഹവുമായി തീരുവാനിടയായി. അതിന്റെ അമ്മയുടെയും പപ്പയുടെയും അനുഭവം ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എൻ്റെ പപ്പ മദ്യപാനിയും സ്വന്തമായിട്ട് വാറ്റും കുടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. എൻ്റെ അമ്മ ഹിന്ദുവായിരുന്നു. ഗുരുസ്വാമിയുടെ മോളായിരുന്നു. എന്നാൽ എൻ്റെ പപ്പ സമാധാനം കൊടുക്കാതെ വന്നപ്പോൾ എൻ്റെ അമ്മയോട് പലവരും സുവിശേഷം പറഞ്ഞു. യേശുവിനെ വിശ്വസിപ്പാനിടയായി. ആരാധനയ്ക്ക് കടന്നുപോയി. അന്ന് ആ സമയം മുതൽ അമ്മയ്ക്കൊരു സമാധാനം കിട്ടിയപ്പോൾ ആ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ അവരെ ദൈവം ശക്തീകരിച്ചു. അതിനുശേഷം എൻ്റെ പപ്പയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ സഭ മൊത്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പപ്പയെ ദൈവം സന്ദർശിച്ച് കാലിലൊരു കൊളുത്തുപോലെ വീഴുന്നു. രോഗിയായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. ആ സമയം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ വന്ന് വെളിച്ചെണ്ണ പ്രാർത്ഥിച്ചിടുകയും അവരെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ദൈവം അത്ഭുതകരമാകുന്ന വിടുതൽ കൊടുത്തു. അതോടുകൂടി രക്ഷയുടെ സന്തോഷം അറിയാനും ആ പള്ളിയിൽ പോയി ആരാധിക്കുവാനും എൻ്റെ പിതാവ് സഹായിച്ചു. പിന്നീട് പള്ളിയുടെ കാര്യങ്ങൾ പ്രാർത്ഥനയും ആരാധനയായിട്ട് ആത്മീക തലത്തിൽ മുന്നേറുവാനിടയായി. ഷാരോൺ ബൈബിൾ കോളേജിൽ എൻ്റെ പപ്പ പഠനം പഠിക്കാൻ പോയി. പാസ്റ്ററായിട്ട് ദൈവം
പുറത്തു കൊണ്ടുവന്നു. അഭിഷേകത്തോടുകൂടെ വലിയ ശക്തനായ ഒരു ശുശ്രൂഷകനായിട്ട്, കൺവെൻഷൻ പ്രാസംഗികനായിട്ട്, പാസ്റ്റർ D.I. ശാമുവേൽ എന്നാണ് എൻ്റെ പപ്പയുടെ പേര്. പപ്പ 86 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഒരു 6 വർഷത്തിന് മുമ്പേ പപ്പ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് പലയിടങ്ങളിലും കൺവെൻഷനും പ്രാർത്ഥനകളും വെച്ച് സഭകൾ സ്ഥാപിച്ച് പല സംഘടനയ്ക്ക് വിട്ടതിന് ശേഷം ലാസ്റ്റ് സമയമായപ്പോ ഇവിടെ മലമുകളിൽ ഒരു സഭ ആർക്കും കൊടുത്തില്ല. ഞങ്ങളുടെ കുടുംബം ഒരു സഭയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഈ പ്രാർത്ഥനാലയം ഏൽപ്പിച്ചിട്ട് കുറച്ചു നാളെ ഞങ്ങളോടൊപ്പം ആയിരുന്നു. കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോയി. പാസ്റ്റർ D.I. ശാമുവേൽ. D.I. ശാമുവേൽ. അങ്ങനെ പപ്പയിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട്. എന്നാൽ ഞങ്ങളുടെ പപ്പ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നതിൽ കിട്ടുന്ന നന്മകളൊക്കെ പാസ്റ്റർമാർക്ക് കൊടുക്കും, അവരെ സംരക്ഷിക്കും. ഞങ്ങള് അതിൻ്റെതായ രീതിയിൽ നോക്കുന്ന ഒരു പപ്പയ്ക്ക് കൊടുത്ത ഒരു വെളിപ്പാടാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞാൻ മക്കളെ കാര്യമൊക്കെ ദൈവം നോക്കിക്കൊള്ളും എന്ന് ചിന്തിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്ത ഒരാളാണ്. അവിടെ ഒന്നും കരുതിയില്ല. ഞങ്ങൾക്കൂടെ പ്രാർത്ഥനാലയം മാത്രം ഒരുക്കി തന്നു, പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രൈസ് ലോർഡ്. അതൊരു വലിയ പദവിയാണ്, ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇനി എൻ്റെ അനുഭവത്തിലേക്ക് കയറുകയാണ്. ഞാൻ കൊച്ചിലെ ഈ പള്ളിയിലും പ്രാർത്ഥനയൊക്കെ നടത്തി വരുമ്പോൾ ദൈവമേ, ഞങ്ങളിങ്ങനെ കഷ്ടതകളിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയാകരുതല്ലോ, എന്തെങ്കിലും നന്മകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലകൾ ചെയ്യുന്നതാണല്ലോ നല്ലത് എന്നൊക്കെ മനസ്സിലങ്ങ് ചിന്തിച്ചുകൊണ്ട് ഞാന് പണ്ട് ഒരാഗ്രഹം എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം. പല ജോലികളും ഞാൻ ചെയ്യുവാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് വിജയം ഉണ്ടായില്ല. കാരണം ദൈവ വിളി ഉള്ളതുകൊണ്ട് ദൈവവേല ചെയ്തേ പറ്റൂ എന്ന് ദൈവം കണ്ടിട്ട് ആ വഴികളിലെല്ലാം തടസ്സങ്ങൾ വന്നുവെങ്കിലും ദൈവത്തിന്റെ മഹത്വമേറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനിടയായി. പിന്നീട് ദൈവം നല്ലൊരു കുടുംബം തന്നു, മക്കളെ തന്നു. അനുഗ്രഹമായി ദൈവത്തിന്റെ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇരിപ്പാനിടയായി. ദൈവമേ, നിനക്ക് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും എല്ലാം ദൈവവചനത്തിലൂടെ ദൈവജനത്തോട് അറിയിക്കുന്നു. എന്നാൽ എനിക്ക് അതിൻ്റെതായ ആഴമേറിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പറയുന്നത് മാത്രമേ എനിക്കറിയാവൂ. എന്നാൽ നിന്നിൽ വിശ്വസിപ്പാനും നിന്റെ ആഴമേറിയ കാര്യങ്ങൾ അറിയാനും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആഹാരമൊന്നും മാറ്റിയിരിക്കുന്ന സ്വഭാവക്കാരനല്ലായിരുന്നു. എന്നാൽ ഒരു 3 ദിവസം ആഹാരമൊക്കെ മാറ്റി ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാനായിട്ട് എനിക്ക് മറ്റൊന്നുമല്ല, സ്വർഗീയമാകുന്ന ഒരു ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തിയും എനിക്കറിയണം. അത് വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ദൈവ വഴികളിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ആ ഒരു അന്വേഷണത്തിനാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുവാനിടയായത്. അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ 3-ാമത്തെ ദിവസം എല്ലാവരും അന്യഭാഷകളില് ശക്തിയോടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു ആത്മവിവശനായി. ഞാൻ ഇരുന്ന സ്ഥലമൊക്കെ അങ്ങ് മറന്നു. ഞാൻ ഈ ആകാശത്തിന്റെ മേളിലോട്ട് ഞാൻ പോകുന്നതായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്. ആകാശമൊക്കെ കടന്ന് ഞാനൊരു അഗ്നി വെളിച്ചത്തിനകത്താക്കി. ഒരു വലിയ അഗ്നി വെളിച്ചം, അത് ഭയങ്കര ഒരു തണുപ്പേകുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നെത്തിയത്. അഗ്നി വെളിച്ചമാണെങ്കിലും ഭയങ്കര AC റൂമിനകത്ത് കയറുമ്പോലെ ഉള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാനിടയായി. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ
വലിയൊരു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം. ഇതെന്തെന്നറിയാമോ? ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇത് സ്വർഗീയമാകുന്ന സാന്നിധ്യമുള്ളിടത്താണ് നീ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്വർഗീയമാകുന്ന ഒരു വെളിച്ചമുള്ളിടത്താണ് നീ വന്നിരിക്കുന്നത്. നീ താഴോട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയില് കൂരിരുട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം അതെന്നെ കാണിക്കുകയാണ്. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ വെളിച്ചങ്ങൾ, ഇങ്ങനെ മിന്നാമിന്നി പോലത്തെ വെളിച്ചങ്ങൾ ഇങ്ങനെ ഇവിടെ കാണാം. ഇതെന്തെന്നറിയാമോ? രണ്ടാമത്തെ ശബ്ദം. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇത് അന്ധകാരമായ ലോകത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്റെ രാജ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ മക്കളെ കുറിച്ചാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ കാണിച്ചു തരുന്നത് അവിടെ എന്റെ വേല ചെയ്യുന്നവരെയാണ് ഞാൻ ഈ അഗ്നി വെളിച്ചത്തിലേക്ക് ഇരുത്തുന്നത് എന്ന് ഈ ദൈവശബ്ദം എന്നെ അറിയിപ്പാനിടയായി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ ആ ഭൂമിയിൽ പോയി എന്റെ വേല ചെയ്തല്ലാതെ നിനക്ക് ഈ അഗ്നി വെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞു. ഞാൻ പോടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു വലിയ വെളിച്ചത്തിൽ ആസിയിലിരിക്കുകയാണ്. ഞാൻ താഴെ കണ്ടിരിക്കുകയാണ് കൂരിരുട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഞാൻ പോടില്ല. എന്റെ ദൈവമേ, എന്നെ അവിടെ അയക്കരുതേ കർത്താവ്, എന്നെ ഇവിടെ നിന്ന് വിടരുതേ കർത്താവ് എന്ന് പറയുമ്പോ, അങ്ങനെ പറ്റത്തില്ല. എന്റെ വേല ചെയ്യാതെ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ ഞാൻ നിമിഷ നേരത്തിന് കണ്ണു തുറന്നു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ദൈവമേ, ഞാനൊരു വലിയ പദവി നല്ല താഴെ വന്നത്, നിന്റെ വേല ചെയ്യണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. ശരി, ഞാൻ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞാൻ അന്നൊരു തീരുമാനത്തോടുകൂടെ എന്റെ കർത്താവിന്റെ വേല ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ ആ ദൈവരാജ്യത്ത് പോകാൻ പറ്റൂ എന്നുള്ള ഉള്ളിനകത്താണ് പതിഞ്ഞ്. ഞാൻ അതിനോട് വെമ്പലോടുകൂടെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, എന്റെ പപ്പ പാസ്തായുടെ സഭ നടത്തുകയാണ്. പപ്പയോടൊപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇങ്ങനെ കർത്താവിന്റെ വേലകൾ കാറ്റു കൊടുക്കാനും ഭവനങ്ങളിൽ വിസിറ്റിങ്ങിനും ഭവന പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇങ്ങനെ പോയി കുറേശ്ശെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. ചെയ്തുകൊണ്ടിരിക്കുമ്പോ പൈശാചിക ശക്തി എന്നെ ഭൂമിയിൽ ഒരു കാരണവശാലും വച്ചിരിക്കത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടി ഒരു സൈന്യം ശക്തി അവര് എന്റെ നേർക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം. ഭൂമിയില് ഇവൻ ജീവിച്ചിരുന്നാൽ ദൈവത്തിന്റെ വേല ചെയ്യും. ഇവൻ ദൈവ ദർശനം കണ്ട ആളാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഈ കൊല്ലണം എന്ന് പറഞ്ഞതായിട്ടുള്ള സാഹചര്യങ്ങളില് ആമേൻ സ്തോത്രം, എന്റെ ജീവിതത്തിലെ പരീക്ഷകൾ. അതെങ്ങനെയാ മനസ്സിലാക്കിയത്? ഭൂമിയിൽ ഒരു സൈന്യം വന്നു, അതെങ്ങനെയാ? സൈന്യമൊന്നല്ല, അത് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടില് ഒരു ഭീകരനായ ശക്തി, അതിന്റെ അടുത്ത് പിന്നെ കുറച്ച് ഇരുട്ടിന്റെ ശക്തികൾ കൂടെ നിൽപ്പുണ്ട്. എന്നാ ഞാൻ ശാസിച്ചു, വിട്ടുപോകാൻ പറഞ്ഞു. ഇങ്ങോട്ട് നീ അടുക്കരുത്, വിട്ടുപോകാൻ പറഞ്ഞു. വിട്ടുപോകാൻ പറഞ്ഞപ്പോ ആ ശക്തികൾ എന്റെ അടുത്തേക്ക് പാഞ്ഞു വരിക. ആ സമയം ഞാൻ ദൈവമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് ദൈവത്തിന് നന്ദി മഹത്വവും സ്തുതിയൊക്കെ അർപ്പിച്ച് ആരാധിച്ചപ്പോ ഈ ശക്തികളെല്ലാം അങ്ങോട്ടങ്ങ് മാറിപ്പോയതിനു ശേഷം സന്ദർഭോചിതം എനിക്ക് അപകടങ്ങളെ വരുത്താനായിട്ട് ഇടയായി. അപ്പോ എന്റെ ഉള്ളിൽ പറയുകയാണ്, സുവിശേഷ വേലയുടെ തീരുമാനമെടുത്ത സമയം മുതല് നിന്നെ പരാജയമാക്കുവാൻ ശത്രുപാളയം പിന്തുടരുന്നുണ്ട്. പക്ഷേ അവൻ ജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തിയെ ജയിക്കും എന്നൊരു ധൈര്യം എന്റെ ഹൃദയത്തിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം
ഞാൻ യാത്ര ചെയ്യുമ്പോൾ, സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ISR ബസ് സ്പീഡാ വന്ന് എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഇടിച്ചു. ആ വണ്ടിയുടെ അടിയിലായി. അരഞ്ഞു പോകേണ്ട എന്റെ സ്പഷ്ടമായ അനുഭവമാണ് പറയുന്നത്. എന്റെ ഇടുപ്പിൽ ബലമുള്ള ഒരാള് എന്റെ ഈ കക്ഷത്തൂടെ 2 കൈ കയറ്റി ഒരു ബലമുള്ള ആള് പൊക്കിയെടുത്ത് ഈ സൈക്കിളിന്റെ പുറത്തൊന്ന് അപ്പുറത്തെ സൈഡിൽ തന്നെ നിർത്തി. ഈ സൈക്കിളിന്റെ ഹാൻഡിലെല്ലാം ഇടിച്ച് പറിച്ചിട്ടുണ്ട്. ആ വണ്ടി അങ്ങ് പോയി. ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണ്. ദൂതനെ അയച്ച് വിടുവിക്കും എന്ന് വചനം എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ടും ഞാൻ അനുഭവിക്കുകയാണ്. എന്നെ ഇവിടെ ഈ വണ്ടിയിൽ നിന്ന് പൊക്കി ബലമുള്ള ഒരാള് പൊക്കിയെടുത്ത് അങ്ങ് അപ്പുറത്ത് തന്നെ നിർത്തി. ഞാൻ നിൽക്കുകയാണ്. വണ്ടി പോയതിനു ശേഷം ഞാന് എന്റെ സൈക്കിൾ പോയി നോക്കിയപ്പോ ഹാൻഡിലെല്ലാം ചപ്പി വളഞ്ഞ് ആ ഫ്രണ്ടെല്ലാം പോയി. ഒടുക്കം ഞാന് വലിച്ചഴച്ച് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി എടുത്തോണ്ടാണ് വന്നത്. അങ്ങനെ തുടങ്ങി പരീക്ഷ തുടങ്ങി. ലാസ്റ്റില് ഒരു നില പൊക്കത്തില് ആവശ്യമായിട്ട് ഇങ്ങനെ കയറുമ്പോ മറുവശത്ത് കാല് ചിറക്കി ആ ഒരു നിലയിൽ നിന്ന് തറ വിടുന്നു. ദൈവം ഒരു കേടും വരുത്താതെ എന്നെ അവിടുന്ന് രക്ഷിച്ച് ഇങ്ങനെ അമേസ്തോത്രം ശക്തമായ പ്രതിസന്ധികള് എന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അപ്പോഴെല്ലാം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ ശരണപ്പെടാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവം ശക്തി പകർന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ഘട്ടം ഞാൻ പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ എനിക്ക് സ്വർഗ്ഗരാജ്യത്ത് പോകണം. ഇതാണ് എന്റെ പ്രധാനമായ കാര്യം. എന്നാൽ ഒരു യുദ്ധം ചെയ്താൽ മാത്രമേ, യുദ്ധത്തിലൂടെ മാത്രമേ, ജയിച്ചു കയറിയാൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് ചെല്ലാൻ കഴിയൂ എന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ഘട്ടം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വമേറിയ കാര്യങ്ങൾ ചെയ്യാൻ, ദൈവവേലയിൽ വർദ്ധിച്ചു വരാൻ ഞാന് ഉപവാസം ഇരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 21 ദിവസം, 10 ദിവസം, 7 ദിവസം ഇങ്ങനെയൊക്കെ ഘട്ടമായിട്ട് ഞാന് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുവാനും കൃപാവരങ്ങളെ പ്രാപിക്കാനും ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനും ഞാന് വളരെ വാഞ്ചയോടെ ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ഞാനായിരുന്നു. തീർച്ചയായിട്ടും ദൈവം എന്നെ പുതിയ കൃപകളാൽ നിറയ്ക്കുവാനിടയായി. ആദ്യം എന്റെ മേൽ പകർന്ന കൃപ എന്ന് പറയുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയാണ് എനിക്ക് എന്റെ യേശു തന്നത്. അത് പെട്ടെന്നൊന്നും പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്റെ ഹൃദയം ഈരങ്കി വെച്ചാല് പൊട്ടാത്ത ഒരു കട്ടിയുള്ള ഹൃദയമായിരുന്നു. ഞാനിങ്ങനെ ചിരിക്കുന്ന മനുഷ്യനെ അല്ലായിരുന്നു. ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പില് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ മെഴുകുപോലെ ആക്കണമേ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. എന്റെ ഹൃദയത്തെ ഉരുക്കാൻ ഞാൻ എന്റെ തലമുടിയൊക്കെ വലിച്ചു പിന്നി, എന്റെ നെഞ്ചിലൊക്കെ ഞാൻ ഇടിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ കല്ലുപോലത്തെ ഹൃദയം ഉരുകി മെഴുകുപോലെ ആകണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ഒരു തീക്കട്ട വന്ന് എന്റെ ഹൃദയത്തിനകത്തേക്ക് ഒറ്റ ആടിയോടുകൂടി കയറി. തപ്പന ഒരു സൗണ്ട് കേൾക്കും പോലെ കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാന് ഒരാഴ്ച വരെ എന്റെ കണ്ണുനീര് നിൽക്കുന്നില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപയും അന്ന് തന്ന് പ്രൈസ് ദി ലോർഡ് എന്റെ ഹൃദയത്തെ ഉടച്ച് മാംസമുള്ള ഹൃദയമാക്കി എന്റെ കർത്താവ് തീർത്തു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഇതിൽ കൂടെ ഒരു ആലോചന ഞാൻ പറയുന്നത്, ഈ കർത്താവിന്റെ മുമ്പില് ഉള്ളു മുറുങ്ങിക്കൊണ്ട് യാചിച്ചാൽ, അപേക്ഷിച്ചാൽ ഏത് വിഷയത്തിന് പരിഹാരം തരാൻ ഒരു നല്ല അപ്പനാണ് നമ്മുടെ യേശു അപ്പച്ചൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള്
നഷ്ടപ്പെട്ടത് കൊണ്ട് കണ്ടുകൊണ്ട് കരയല്ല. ആമേ സ്തോത്രം. പ്രയാസം വരുമ്പോൾ വേദനപ്പെട്ട് കരയല്ല. പ്രതിസന്ധികൾ വന്നതിന്റെ അത് നോക്കിക്കൊണ്ട് കരയല്ല. അങ്ങനെ കരഞ്ഞാൽ നമുക്ക് വിടുതൽ കിട്ടത്തില്ല. പിശാച് നമ്മളെ വീണ്ടും അലട്ടിക്കൊണ്ടേയിരിക്കും. നീ കര, അത് ചിന്തിച്ച് കര, അത് നിരൂപിച്ചുകൊണ്ട് കര, നീ കരഞ്ഞ് തീരണം എന്നുള്ളതാണ് അവ പറയുന്നത്. ആ കരച്ചിലല്ല, യേശു കർത്താവിന്റെ മഹത്വം എന്റെ മേൽ വെളിപ്പെടണം, യേശുവിന്റെ പ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടണം, എന്റെ വിഷയത്തിന്റെ നടുവിൽ എന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ള കരച്ചിലാണെങ്കിൽ തീർച്ചയായും അതിന് മറുപടി തരാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കണ്ണുനീരും കരച്ചിലും ദൈവസന്നിധിയിൽ എത്തിയപ്പോ എനിക്കൊരു കൃപയും അങ്ങ് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ഞാന് അതിനോടൊപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. 3 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്നില്ല. 3ാമത്തെ വർഷം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എന്റെ കർത്താവ് അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷയിലെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രാവശ്യത്ത് ഞാൻ ഒരു 3 ദിവസം ആഹാരവും വെള്ളവും മാറ്റി. ദൈവത്തിന്റെ കുറച്ചുകൂടെ ശക്തി എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത തലം ദൈവത്തിന്റെ മഹത്വമേറിയ വേലയുണ്ട്. അതിന് ദൈവകൃപയാൽ എന്നെ ജ്വലിപ്പിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ 2ാമത്തെ ദിവസം രാത്രി വെളുക്കും മുമ്പേ ഒരു 4 മണിയൊക്കെ ആവും. ആ സമയം ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയം പ്രാർത്ഥിച്ചിട്ട് കിടക്കാണ്. ഒരു ദിവസം വെള്ളവും ആഹാരം എടുത്തില്ല. 2ാമത്തെ ദിവസം വെള്ളവും ആഹാരം എടുത്തില്ല. എനിക്ക് 3 ദിവസം പൂർത്തീകരിക്കണം എന്നുള്ള ഒരു വെല്ലുവിളിയിലാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. 2ാമത്തെ ദിവസം രാത്രിയായപ്പോ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു സൈന്യം പിശാചിന്റെ ശക്തി, ഇരുട്ടിന്റെ വ്യാപാരം എന്റെ മേൽ വന്ന് ഒന്നെന്റെ കൊങ്ങയിൽ പിടിച്ച്, ഒന്നെന്റെ തലമണ്ടയിൽ അടിച്ച്, ബാക്കിയുള്ള എല്ലാം കൂടെ പിടിച്ച് പുതുക്കിയിട്ട് പറയാണ്, ഇപ്പോഴ് വെള്ളം കുടിച്ചാൽ ചാവാതെ രക്ഷപ്പെടാം, ഇപ്പൊ ഈ വെള്ളം കുടിച്ചാൽ ചാവാതെ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ മരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു. ഞാൻ പറഞ്ഞ്, ഞാൻ ഉള്ളിൽ പറയാണ്, ഞാൻ ഇന്ന് മരിച്ച എന്റെ യേശുവിന്റെ ദർശനം പ്രാപിച്ചതാണ്, യേശുവിന്റെ വീട് പ്രാപിച്ച ആളാണ്. ഞാൻ ഇന്ന് രാത്രി കർത്താവിന്റെ വീട്ടിൽ പോകും. ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിന്റെ വീട്ടിൽ പോകും. എനിക്ക് കർത്താവിന്റെ വീട്ടിൽ പോകാനാണ് താല്പര്യം. വെള്ളം കുടിക്കുന്ന പരിപാടി ഇല്ല. ഇതെന്റെ ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചത് ഒരു 4 മണി കഴിഞ്ഞ് 4:30 ആയപ്പോ ഒരു വലിയ ഗോളം പോലത്തെ ഒരു ദൈവ സാന്നിധ്യം മേളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്റെ മേൽ പാസ് ചെയ്ത് ഞാൻ ഈ പിശാചിനെ ജയിച്ചപ്പോ മരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞപ്പോ പിശാചിന്റെ പിടിയെല്ലാം വിട്ടുപോയി. ഓ ചൂടാമാന ഹാതുരാദികൾ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിച്ച് ഇരട്ടി ശക്തിയോടെ ഞാൻ ഞായറാഴ്ച ആമേശ്വത്ര ദൈവത്തെ മഹത്വപ്പെടുത്തി തുള്ളി ആരാധിച്ചുകൊണ്ട് എന്റെ കർത്താവിന് നന്ദി പറഞ്ഞു. ആ അനുഭവിച്ച ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം ഇന്നും എന്റെ ഹൃദയത്തില് മറക്കാൻ പറ്റാത്ത ഒരു അടയാളമായിട്ട് എന്റെ ജീവിതം ധന്യവും അനുഗ്രഹവുമായി കൊണ്ടിരിക്കുന്നു. അങ്ങ് നമ്മുടെ ജീവിതത്തില് എന്തുകൊണ്ട് പിശാച് അങ്ങനെ അടുത്തു വരുന്നു? ഒരു ദൈവത്തെ പ്രാർത്ഥിച്ച ആളാണ്, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച ആളാണ്. സാത്താൻ എന്തിനാണ് നമ്മൾ അടുത്ത് വരുന്നത്? വരേണ്ടതില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ആമേൻ സ്തോത്രം.
അവനെ ജയിക്കാൻ തക്കവണ്ണം ദൈവശക്തിയാ നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം നേർക്ക് പോരാടി ജയിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കും, ചില മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുമ്പോ നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളല്ല അവിടെ ജയിക്കുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തു, നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം പിശാചിന്റെ പദ്ധതികളെ ജയിച്ച് ഒരു ജയത്തോടുകൂടെ കടന്നു പോകാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കാനും അടുത്തൊരു തലത്തില് നമ്മളെ പ്രയോജനപ്പെടുത്തുവാനും ചില പോരാട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ അവിടെ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, ശക്തരായിട്ട് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് അത് ജയിച്ചു കഴിഞ്ഞപ്പോ പിന്നും കർത്താവിന്റെ വേലകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആമേ സ്തോത്രം, ലാസ്റ്റ് അറ്റം ആമേ സ്തോത്രം, പിശാച് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായാലും ഞങ്ങൾ തീരുമാനിച്ച കാര്യം നടന്നില്ല, യവനെ കൊല്ലണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇദ്ദേഹം മരിച്ചാലേ പറ്റത്തുള്ളൂ. സ്വർഗ ദർശനം കണ്ട ആളാണ്. 2004 ഓഗസ്റ്റ് 15 എന്റെ ഒരു ആന്റിയുടെ വീട്ടില് ഒരു തേക്കിന്റെ കൊമ്പ് വെട്ടാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. തേക്കിന്റെ കൊമ്പിന്റെ ശിഖരങ്ങൾ കിടക്കുന്നത് ഹെവി ലയലിന്റെ മേളിലൂടെയാണ്. തൊടാതെ അങ്ങ് മേളിൽ നിൽക്കുകയാണ്. കൊത്തി ഇങ്ങോട്ട് മറച്ചെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാന് ഒരു ഏണി എടുത്ത് ചാരിയപ്പോ ആദ്യം ഏണി ചറക്കി വീഴുന്നു, രണ്ടാമത് വീണ്ടും ഏണി എടുത്ത് വെച്ചപ്പോ ചറക്കി വീഴുന്നു, മൂന്നാമത് ഞാൻ ഏണി എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞ് എനിക്കിപ്പോ ഇത് ചെയ്യാതെ പോകാൻ പറ്റില്ല. എന്നാൽ തലേ ദിവസം രാത്രി ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ കൈയടിച്ചിങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്റെ തല കഴുത്തിൽ നിന്ന് മുറിഞ്ഞു മാറിപ്പോയി, രക്തം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കയ്യടി നിൽക്കില്ല, കയ്യടിച്ചോണ്ടേയിരിക്കണം, തല വരച്ചുപോയി, കയ്യടിച്ചോണ്ടേയിരിക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ ആ തല വീണ്ടും വന്ന് ഫിറ്റ് ചെയ്യുന്നതായിട്ട് ഒരു സ്വപ്നം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഇങ്ങോട്ട് ഈ തേക്കിന്റെ കൊമ്പ് വെട്ടാൻ പോകുന്നത്. പോകുമ്പോ ചറക്ക് വീഴുന്നു. ഞാൻ കയറി ബാക്കി കൊമ്പുകളൊക്കെ വെട്ടി അതിന്റെ മണ്ടയിൽ കിടക്കുന്ന കൊമ്പ് വെട്ടിയപ്പോ ഞാൻ വെട്ടിയിട്ട് ഇടുപ്പിൽ വെട്ടോത്തി തൂക്കുന്ന മുമ്പേ കൊമ്പങ്ങ് ലയനിൽ ചാഞ്ഞു. അത് മറു സൈഡിലിരുന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാന് കൊമ്പ് പിടിച്ചിങ്ങനെ, എന്റെ മനസ്സിലുള്ള ചിന്ത ഈ കൊമ്പ് ഇങ്ങോട്ട് പിടിച്ച് മടക്കി ഒടിച്ചെടുത്താ മതി. അതിനു മുമ്പേ ലയനിൽ ചാഞ്ഞു കഴിഞ്ഞു. ആ വലത് കൈ കൊണ്ട് പിടിച്ചെടുക്കാനും എന്നെ പന്തെടുക്കും പോലെ അങ്ങ് മേളില് തൂക്കിയെടുത്തു. വലത് കൈ കൂടെ ഹാർട്ടിനകത്ത് കറണ്ട് പാസ് ചെയ്തിറങ്ങി. ഉടനെ തന്നെ ആമേൻ സ്തോത്രം, ഞാൻ ഒരു ചത്ത പ്രേതം പോലെ വന്നിങ്ങി വീഴുന്നു. താഴെ വീണു. ചത്ത പ്രേതം പോലെ വീഴുന്നു, മരിച്ചത് തന്നെ. ഇവിടൊക്കെ ലാസ്റ്റില് അവിടെ വെളിയിൽ നിന്ന് ആളുകളൊക്കെ ഓടി വന്ന് ഈ വെട്ടാൻ എന്നെ ഏൽപ്പിച്ച ആന്റിയൊക്കെ കയറി വീട്ടിനകത്ത് ഓടിക്കളഞ്ഞു. കാരണം എന്റെ സ്ഥിതി കണ്ടപ്പോ മരിച്ചുപോയി എന്ന് ഞങ്ങൾക്ക് തോന്നി ഓടിക്കളഞ്ഞു. പേടിച്ചു ഓടിയതാണ്. വെളിയിൽ നിന്ന് ആളുകളൊക്കെ എടുത്തോണ്ടൊന്ന് പേരൂർക്കട ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞു, അയ്യോ ആള് മരിച്ചു, എന്തായാലും മെഡിക്കലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മെഡിക്കലിൽ കൊണ്ടുപോയി, അത് തീർന്നു, പിന്നെ കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് കൊണ്ടുപോയി. പിന്നെ എന്റെ കർത്താവ് പിറ്റേന്ന് എനിക്ക് ജീവനം മടക്കി തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവനം മടക്കി തന്ന് പിന്നെ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ ദുഷ്ടാത്മ ശക്തി അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യാനിടയായി. എന്നാൽ അതിന്റെ നടുവിൽ ജയാളിയായ ക്രിസ്തു, ജീവന്റെ ഉടമസ്ഥനായ ദൈവം ജീവനമടക്കി തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്റെ ഹാർട്ടിന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. രക്തമൊക്കെ കട്ട പിടിച്ചു കിടന്നു.
പിന്നെ ഒരു വൈദ്യന്റെ അടുത്ത് പോയപ്പോൾ രക്തം കാറിയൊക്കെ എടുത്തതെല്ലാം കട്ട രക്തമായിരുന്നു. ഒരു കാലും ഒരു കൈയും സ്തംഭിച്ചു, ആ കറണ്ട് പിടിച്ച ഭാഗം. പക്ഷേ പറയണി അല്ല, വീണപ്പം വല്ല ഒടിഞ്ഞോ കയ്യോ കാലോ? ഒരു കേട് സംഭവിച്ചില്ല. അവിടെ നിന്ന് ഒരു കട്ടൻ തറയിലാണ് വന്ന് വീഴുന്നത്. ഒക്കത്തിൽ നിന്ന് ഒരു കട്ടൻ തറയിലാണ് വീഴുന്നത്. തൊട്ടപ്പുറത്ത് ഒരു സൈഡ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ മതിലടിച്ച് ഈ പറഞ്ഞതുപോലെ സംഭവിച്ചത്, തലയ്ക്ക് ക്ഷതമുണ്ടായാല്. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ നമ്മളെ കൂടെ നടക്കയില്ലേ? പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കാനും നമ്മളെ രക്ഷിക്കാനും നമ്മളെ സൂക്ഷിക്കാനും ദൈവം നമുക്ക് ദൂതനയച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തു എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസലോ. പക്ഷേ ഞാൻ എന്റെ പ്രവൃത്തികളെ ചെയ്യാൻ തുടങ്ങുമ്പോ നിന്റെ എല്ലാ പരിപാടികളും വട്ടപൂജ്യമായി തകരും. പ്രൈസലോ. ഹല്ലേലൂയ. എന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുമ്പോൾ, എന്റെ പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രൈസലോ ഹല്ലേലൂയ ഇടയാകും. ആ മരിച്ച് വരും മുമ്പേ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു മരണഭീതി ഉണ്ടായിരുന്നു. മനുഷ്യരല്ലേ ഒരു മരണഭീതി. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഒരു മരണഭീതി എന്ന് പറയുന്നത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം മരിച്ച സ്ഥാനത്തുനിന്ന് ജീവൻ തന്ന് പുറത്തു കൊണ്ടുവന്ന ജീവന്റെ ഉടമസ്ഥൻ ജീവൻ തന്നപ്പോ ഇനി എനിക്ക് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യമാകുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ധൈര്യവും ഒരു ബലവും ശക്തിയൊക്കെ പകരുവാനായിട്ട് ഇടയായി. പിന്നത്തതിൽ ശുശ്രൂഷയുടേതായിട്ടുള്ള രീതികൾ മാറി. ഏത് പോരാട്ടമുള്ളിടത്തും ചെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കർത്താവ് തരുവാനായിട്ടിടയായി. വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും കർത്താവിന്റെ മഹത്വമേറിയ വേലകളിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്റെ ജീവിതത്തില് മരണത്തിൽ നിന്ന് ഉദ്ധാരണം തന്ന ഒരവസ്ഥ. ഇതിന്റെ മുമ്പോട്ടുള്ള സമയം ഞാൻ ദൈവദർശനം കണ്ടപ്പോൾ പിശാചിന് ഇഷ്ടം വന്നില്ല. എന്നാൽ ഏത് സമയമായാലും എന്നെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്തണമെന്നുള്ള അവന്റെ പിന്തുടർച്ച ആ മരണ പോരാട്ടത്തിന്റെ നടുവില് വിട പറയാണ്. കർത്താവ് പറയാണ് അവനോട്, ഇനി അവനെ തൊടാൻ പറ്റത്തില്ല. നിന്റെ പദ്ധതികളെല്ലാം തീർന്നു കഴിഞ്ഞു, ഇനി എന്റെ പദ്ധതി തുടങ്ങുകയാണ്. അതുകൊണ്ട് നിനക്ക് പോകാം. അവന്റെ ലാസ്റ്റ് പരിപാടികളെ ചെയ്തു. ഇപ്പോ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത തലത്തില് പരിശുദ്ധാത്മാവ് ജയത്തോടെ പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആലോചനകൾ എന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു. എന്നാലും അടുത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച സമയം മറ്റുള്ളവർക്കുള്ളതായ ഒരു സന്ദേശം കൂടെ ഞാൻ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പാസ്റ്റർ ഇങ്ങനെ ഈ വയ്യാതെ മരണത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോ എന്തെങ്കിലും ദൈവിക ദർശനങ്ങളോ വല്ലതും കാണുവാനിടയായോ? ഇല്ല. അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വമേറിയ വേലകൾ ചെയ്യണം. പിന്നെ മരണത്തിൽ നിന്ന് ഉദ്ധാരണം ഞാൻ തന്നിരിക്കുകയാണ്. അതേ സ്തോത്രം. പിന്നെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്ത് മുന്നേറി കടന്നു പോകണം എന്നുള്ള ഒരു ആലോചനയാണ് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരത്തെ തന്നു കഴിഞ്ഞല്ലോ ഒരു വലിയൊരു ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിൽ പിന്നെ ബാക്കി ഒന്നും പറഞ്ഞു തരേണ്ടതില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോ ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനായിട്ട് ഉള്ളത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ പോരാട്ടങ്ങള്, ഇങ്ങനെയൊക്കെ ഉണ്ടോ പ്രതിസന്ധികള്, ഇങ്ങനെയൊക്കെ ഉണ്ടോ പൈശാചികമായിരുന്ന വെല്ലുവിളികള് എന്നുള്ള കാര്യങ്ങൾ പലവരുടേതായിട്ടുള്ള ജീവിതത്തിൽ മനസ്സ് ക്ഷീണിതരായി ബലഹീനപ്പെട്ട് തളർന്നിരിക്കുന്നതായ വ്യക്തികൾ ഉണ്ടാകാം. എന്നാൽ എനിക്ക് പറയാനുള്ളത് സ്തോത്രം. ഹല്ലേലൂയ. ഏത് പോരാട്ടം എന്ന് പറഞ്ഞാലും എല്ലാറ്റിൽ നിന്നും വിജയം തരുന്ന ഒരു ക്രിസ്തു നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്തോത്രം. നമ്മളെ ഈ പെന്തക്കോസ്തുകാരിലാവട്ടെ അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിലാവട്ടെ, യേശുവിനെ അറിഞ്ഞതിന് ശേഷം, യേശുവിന്റെ വഴികളിൽ വന്നതിന് ശേഷം
ആദ്യം ഒരു വിധമൊക്കെ തപ്പി പിടിച്ചൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ഭയങ്കര പോരാട്ടം, ഭയങ്കര പ്രതിസന്ധികള്, പിന്നെ വലിയ കഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് വളരെ ആഴമേറിയ ഒരു കാര്യം പറയാം. അത് അറിയാൻ വേണ്ടിയാണ്, ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ ഒറ്റ ദിവസം കൊണ്ടും വീട് വയ്ക്കാം. ഒരു ദിവസം കൊണ്ട് വീട് വയ്ക്കാം. ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ ഒരു ദിവസം കൊണ്ട് വീട് വയ്ക്കാം. അതെങ്ങനെ പാസേ ഒരു ദിവസം കൊണ്ട് വീട് വയ്ക്കുന്നത്? കാട്ടിൽ പോയി ഒരു 10 കമ്പ് വെട്ടണം. വെട്ടിയിട്ട് കുഴി കുഴിച്ച് ടാർപ്പാളം വലിച്ച് കെട്ടിയ അതിനകത്ത് കിടന്നുറങ്ങാം. അത് ഒരു ദിവസം കൊണ്ടുള്ള വീട്. പക്ഷേ കാറ്റത്ത് പറന്നു പോകും. കൊടുങ്കാറ്റൊക്കെ വന്നാൽ അത് പറന്നു പോകും. എന്നാൽ ഒരു വീട് അങ്ങനെ ആയാലും ചെയ്യാം. ഒരുപാട് കഷ്ടപ്പാടില്ല, എങ്കിലും അതൊരു കഷ്ടപ്പാടാണ്. അവിടെ പോണം, പിന്നെ കാടും മേടും ഒക്കെ വെട്ടി തെളിക്കണം, കമ്പ് വെട്ടണം, കുഴി കുഴിക്കണം, ഷെട്ടുണ്ടാക്കണം, ഇത്തിരി പണിയുണ്ട്. എന്നാൽ ഒരു ഫില്ലർ വാർത്ത ഒരു കെട്ടിടം വയ്ക്കണമെങ്കിൽ മണ്ണുകൊണ്ട് ഒരു കെട്ടിടം വയ്ക്കുന്നതിരിക്കട്ടെ, കുറച്ചുകൂടെ ബെത്തപ്പാടാണ്. വെള്ളം കൊണ്ടുവരണം, ചെളി ഉടയ്ക്കണം, അത് ഉണക്കണം, ഇത്തിരി ബെത്തപ്പാടാണ്. അങ്ങനെയും വീട് വയ്ക്കാം. എന്നാൽ അടിസ്ഥാനം ആഴായിട്ട് ഒരു കെട്ടിടം വയ്ക്കണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. അത് വലിയ പാടാണ്. അതിന്റെ പണിയൊക്കെ തീർന്നു വരാനായിട്ട് ഒരുപാട് പാടാണ്. എന്നാൽ കുറെ കാലത്തേക്ക് നനയാതെ അവിടെ കിടക്കാം ആ പണി ചെയ്ത. അതുപോലെ ഓരോ കുടുംബത്തിനകത്തും ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തും ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പരാജയത്തിനല്ല, എല്ലാം വലിയ വിജയത്തിലേക്ക് നയിക്കാനാണ്, വലിയ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാണ്. അപ്പോ കഷ്ടമാണ്, പ്രയാസമാണ് എന്നല്ല നമ്മൾ പറയേണ്ടത്. പ്രൈസലോ, അങ്ങനെ പറയേണ്ടിയില്ല. ഇതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് ഞാൻ ഇതെല്ലാം ജയിക്കും, ഇതെല്ലാം തരണം ചെയ്യും. ലാസ്റ്റില് ഞാൻ നല്ല മനോഹരമാകുന്ന ഒരു വീട്ടിലേക്ക് പ്രവേശിക്കും. പ്രൈസലോ, അതിനുവേണ്ടി എന്നെ നടത്തുന്ന വഴികളിലൂടെ ഞാൻ ഇതാ യാത്ര ചെയ്യുകയാണ്. പ്രൈസലോ, പാട്ടുകാരൻ പാടുന്നത് പോലെ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും കർത്താവിനായി. പ്രൈസലോ, അന്ത്യശ്വാസം വരെയും. പ്രൈസലോ, ഹല്ലേലൂയ. തലമുറകളെ കുറിച്ച് നിരാശപ്പെടുന്ന അമ്മമാരുണ്ടാകാം, അപ്പന്മാരുണ്ടാകാം. ഹല്ലേലൂയ. കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവരുണ്ടാകാം, രോഗബലഹീനതകളിൽ നിരാശപ്പെടുന്നവരുണ്ടാകാം, പൈശാചിക പോരാട്ടങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. മദ്യപാനികൾ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് സ്വസ്ഥതയില്ലാതെ നിരാശയുടെ വക്കിലായിരിക്കാം. പ്രൈസലോ, എന്നാൽ ഇതിനെല്ലാറ്റിനും പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാറ്റിനും പരിഹാരമുണ്ട്. അതിന് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമയം ആയോ? പാസ്റ്റിന്റെ അനുഭവം പാസ്റ്റിന് പറയാം, 5-10 മിനിറ്റ് കൂടെ പറയാം. ഓക്കെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടിയില്ല. യേശു കർത്താവ് വരാൻ പോവുകയാണ്. യേശു നല്ല മനോഹരമാകുന്ന ഒരു വീട് ഒരുക്കിയിട്ടാണ് വരുന്നത്, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അപ്പൊ യേശു വരുമ്പോ യേശുവിന്റെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ ഏതു മേഖലകളിലും വിജയം തരുന്ന, ഉദ്ധാരണം തരുന്ന ഒരു കർത്താവിന്റെ ആത്മാവ് നമ്മളോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവിന്റെ രാജ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ, സ്തോത്രം, ദൈവകൽപ്പനകളില് ജീവിക്കണം. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മാവിന്റെ ഫലമില്ലെങ്കിൽ
ആമേൻ സ്തോത്രം, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആഴമേറി ഉണ്ടാകേണ്ടത് ആത്മാവിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവില് എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ആമേൻ എന്ന് കർത്താവിന്റെ വചനം നിങ്ങളോട് വചനത്തിലൂടെ അറിയിച്ചു തന്നിരിക്കുകയാണ്. ഏത് സാഹചര്യങ്ങളിലും സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധികളിലും മനസ്സ് ക്ഷീണിച്ചു പോകരുത്. ആമേൻ സ്തോത്രം. കർത്താവില് സന്തോഷിച്ചുകൊണ്ട്, കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാറ്റിനും പരിഹാരം തരുന്ന ഒരു വലിയവനായ ദൈവം, നമ്മളെ രക്ഷിക്കാനാണ് യേശു വന്നത്, നമ്മളെ സ്വർഗ്ഗ വീട്ടിൽ കൊണ്ടുപോകാനാണ് യേശു വന്നത്. പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നത് ആമേൻ സ്തോത്രം നമ്മളെ ആ വീട്ടിലേക്ക് ആമേ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുമ്പോൾ ആമേ പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ കടന്നു പോകണം ആ സ്വർഗ്ഗ വീട്ടില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി പോലും ഇവിടെ തള്ളപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുമ്പോ കർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ അനുവദിക്കില്ല എന്നാണ് പിശാച് പറഞ്ഞത്. പക്ഷെ യേശു പറഞ്ഞു, നിന്റെ പരിപാടിയൊന്നും നടക്കത്തില്ല, എന്റെ പരിപാടി നടക്കൂ എന്ന് കർത്താവ് സാത്താനോട് നേരിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരുന്ന് ഹല്ലേലൂയ ദൈവരാജ്യത്തെ കുറിച്ച് പറയാനായിട്ട് ദൈവം ഭാഗ്യം ഒരുക്കിയത്. അതുകൊണ്ട് ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ സ്നാനപ്പെടണം, മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. ആ കൂട്ടായ്മയിൽ പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ കൂട്ടായ്മയിൽ പോകാനായിട്ട് വളരെ ആഗ്രഹിക്കണം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ആരാധനയ്ക്ക് കടന്നു പോകണം, വചനം ധ്യാനിക്കണം, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിക്കണം, അന്യ ഭാഷകളിൽ അങ്ങോട്ട് ആരാധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിയെല്ലാം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മൺകൂടാരത്തിലുള്ള ക്ഷീണങ്ങൾ മാറും, ബലഹീനതകൾ മാറും, നിരാശകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉള്ളതുപോലെയുള്ള ചെറിയ ചെറിയ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കും ഉണ്ട്. എന്നാൽ നമ്മൾ അതല്ല കാണുന്നത്, ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അല്ല കാണുന്നത്. കർത്താവിന്റെ രാജ്യത്തിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാണ്. അപ്പോ ദൈവമക്കൾ ആരും പിന്നെ അപ്പുറത്തെ വീട്ടുകാർക്ക് എല്ലാം ഉണ്ട്, എന്റെ വീട്ടിൽ മാത്രം ഒന്നുമില്ല എന്തിനൊന്നും ചിന്തിക്കാനും വേണ്ട. നമുക്ക് കഞ്ഞിയാണോ തന്നത്? സ്തോത്രം. അവർ ചോറ് കഴിക്കട്ടെ. ആമേൻ സ്തോത്രം. അടുത്ത മൂന്നാമത്തെ ദിവസം നമ്മൾ ബിരിയാണി കിട്ടും. നമുക്ക് ബിരിയാണി കിട്ടും. ചിലപ്പോ അവർക്ക് കഞ്ഞിയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മെ വിളിച്ച ദൈവം മാനിപ്പാൻ ശക്തനാണ്, അനുഗ്രഹിപ്പാൻ ശക്തനാണ്, ഉയർത്താൻ ശക്തനാണ്. ദൈവപുത്രനെ ക്രിസ്തുവിനെ ആദരിക്കാതെ നമ്മെ എല്ലാവരെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിതാവ് നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തോട് ചേർന്ന് പറ്റിക്കൊണ്ട് പണത്തെ, ലോകത്തിന്റെ ഇൻപത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അമേസൂത്രം യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ എപ്പോഴും വാഞ്ചിതരായിട്ട് ഇരിക്കണം. ഹല്ലേലൂയ. ഞാൻ ആ സ്വർഗരാജ്യം കാണാതിരുന്നുവെങ്കിൽ, ആ സ്വർഗ അനുഭവം മനസ്സിലാക്കാതിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നശിച്ചു പോകുമായിരുന്നു. പക്ഷെ എനിക്ക് സ്വർഗ വീട്ടിൽ പോകണം. സ്വർഗം കണ്ട ആളാണ്. അതുകൊണ്ട് വെമ്പലോടെ മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നിലനിൽക്കുന്ന ഇവിടെ ഒന്നുമില്ല. ഇതാ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്ന വള്ളി മാറാതെ സംഭവിച്ചുകൊണ്ടേണ്. ഇരുണ്ട ലോകമാണ് ഇവിടം. ദൈവത്താൽ ശപിക്കപ്പെട്ട ലോകമാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോകം യേശു ഒരുക്കാൻ പോയിരിക്കുകയാണ്. ആ യേശു വരുമ്പോൾ നമുക്കെല്ലാവർക്കും കടന്നു പോകണം. നാം മുഖാന്തരം മറ്റുള്ളവർ കടന്നു പോകണം. ആ ദൈവരാജ്യത്തിന്റെ മഹത്വമേറെ സന്തോഷത്തിലേക്ക് ഇവിടെ വച്ച് തന്നെ സന്തോഷം പ്രാപിക്കണം, ആനന്ദം പ്രാപിക്കണം. യേശു ക്രിസ്തുവിലൂടെ ഉള്ള എല്ലാ സമാധാനവും, എല്ലാ ആശ്വാസവും, എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. കർത്താവിന്റെ രാജ്യത്ത് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഓക്കേ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. പിന്നെയും കർത്താവാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവദാസന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Oh Jesus Christ in the Lord, blood of Jesus. Hallelujah.
ചൂടാമാന ഹദുരാദികൾ കമന ഘടകസ് കായടൽ കമം ചൊലോ ഷാവുടൽ കമം ചൊലോ സ്കൈഡന ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ ദൈവദാസിയിലൂടെ കർത്താവേ ഹല്ലേലൂയ അടിയനെ ഇങ്ങനെ കർത്താവേ ദൈവികമായ കാര്യങ്ങൾ പറയാൻ ഒരു മുഖാന്തരം ഒരുക്കിയല്ലോ. അതിന് മറ്റൊരു ദൈവ മകളിലൂടെ ആയിരിക്കാം അടിയനെ പരിചയപ്പെടുത്തിയത്. ആ ദൈവമകളെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേ സ്തോത്രം. അവരെ നീ മാനിക്കണമേ കർത്താവേ. അപ്പാ ഈ ശബ്ദം ശ്രമിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരുടെ ഉള്ളിന്റെ ഉള്ളറകളില് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില് ക്ലേശപ്പെടുന്നതായിട്ടുള്ള ആമേ സാഹചര്യങ്ങളില് നിന്റെ വചനത്തിന്റെ ശക്തി അയച്ച് നിന്റെ മഹത്വം കൊണ്ട് നിറച്ച് അവരെ നീ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയങ്ങളിൽ അവരെ പ്രയാസപ്പെടുന്നു അവരെല്ലാം നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ നിന്റെ മഹത്വമേറിയതായ വഴികളിലൂടെ ജീവിക്കുന്ന, നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന ഓരോ ദൈവദാസന്മാരെ, ദാസിമാരെ, ദൈവമക്കളെ ആമേ അനുഗ്രഹിച്ച് അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മാവിന്റെ ഫലമുള്ളവരായി ഈ ദിവസങ്ങളിൽ നിന്റെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ ഏത് നിമിഷമാണ് യേശു വരുന്നത്, ആ വരുന്ന നിമിഷം കടന്നു പോകേണ്ടതിന് എപ്പോഴും ഫ്രീയായി സന്തോഷമായി ആനന്ദമായിരിക്കാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ രോഗികളായിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അയച്ച് നിന്റെ മഹത്വം പുറപ്പെട്ട് അവരെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. മനവേദനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ മനവേദനകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈശാചിക പോരാട്ടങ്ങളാൽ അവർ ഭാരപ്പെടുന്നു എങ്കിൽ വൈശാചിക മണ്ഡലങ്ങള് അവരുടെ ജീവിതങ്ങളെ വിട്ട്, സ്ഥാപനം വിട്ട്, വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമൽ കമാന ഗസ്കര ദിഗൽ കമന ഗഡഗസ്കൈഡന ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ. ഈ പ്രസ്ഥാനം നടത്തി മുമ്പോട്ട് പോകുന്ന ഞങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന ദൈവ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇനിയും അനേകവരുടെ ഇടയില് നിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ മറ്റുള്ള ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ അനുഭവങ്ങളെല്ലാം വെളിപ്പെടുത്തി അനേകവർ വിടുവിക്കപ്പെടണം കർത്താവേ. നിന്റെ രാജ്യത്ത് കാണുവാനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തില് അവൻ സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുകയും സമാധാനത്തോടെ നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തില് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.